ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് കാപ്പൻ. ഇന്ന് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 10%, 20% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? അല്ലെങ്കിൽ 10%, 20%, 30% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? ഈ മോഡൽ ചോദ്യം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന സീരീസിലെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: 10%, 20% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? ഒന്നും കൂടെ വായിക്കാം. 10%, 20% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? പലപ്പോഴും പലർക്കും ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം മനസ്സിലാവാറില്ല. എന്താ അവർ ഉദ്ദേശിച്ചേക്കുന്നത്, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാവാറില്ല. ഞാൻ എന്താണ് അതിൻ്റെ ലോജിക്ക്, എന്താണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം എന്ന് ആദ്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ എളുപ്പമാർഗം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ ഒരു കടയിൽ ഒരു ബുക്ക് വാങ്ങാൻ കയറി. അപ്പം ഞാനൊരു ബുക്ക് നോക്കിയപ്പം അതിൽ 100 രൂപ എന്ന് വില എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഞാനൊരു ബുക്ക് വാങ്ങാൻ കയറി, ഞാൻ ആ ബുക്ക് നോക്കിയപ്പോൾ അതിൽ 100 രൂപ എന്ന് വില എഴുതി വെച്ചിരിക്കുന്നു. അപ്പം 100 രൂപയുടെ ബുക്കാണ്. അതായത് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസാണ് അല്ലേ, 100 രൂപയുടെ ബുക്കാണ്. അപ്പം ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു, ഡിസ്കൗണ്ട് തരുവാണെങ്കിൽ ഞാൻ ബുക്ക് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കടക്കാരൻ എനിക്ക് 10% ഡിസ്കൗണ്ട് തന്നു. 10% ഡിസ്കൗണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് 10% ഡിസ്കൗണ്ട് തന്നു. അതിൻ്റെ അർത്ഥം 100 രൂപ വിലയുള്ള ഈ ബുക്ക് 10% കുറച്ച് തരാൻ സമ്മതിച്ചു അല്ലേ. അതായത് മാർക്കറ്റ് പ്രൈസായ 100 രൂപയുടെ 10% കുറച്ച് തരാൻ അനുവദിച്ചു. ആണോ? അതായത് 100 രൂപയിൽ നിന്ന് 10% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 10 രൂപ കുറയ്ക്കുക എന്നർത്ഥം അല്ലേ. അതായത് ബുക്ക് എനിക്ക് 90 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു. ആണോ? അപ്പോൾ 100 രൂപയായിരുന്നു വില, 10% ഡിസ്കൗണ്ട് അനുവദിച്ചു. അപ്പം 100 രൂപയിൽ നിന്ന് 10% കുറച്ച് തന്നു, അതായത് 10 രൂപ കുറച്ച് തന്നു. 90 രൂപയ്ക്ക് ബുക്ക് തരാൻ സമ്മതിച്ചു. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു 90 രൂപയ്ക്കുള്ള ക്വാളിറ്റിയും ബുക്കിനില്ല, കുറച്ചും കൂടെ ഡിസ്കൗണ്ട് തരുവാണെങ്കിൽ എന്തായാലും ബുക്ക് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പോൾ അദ്ദേഹം എനിക്ക് വീണ്ടും ഒരു 20% കൂടെ ഡിസ്കൗണ്ട് തന്നു. രണ്ടാമതായിട്ട് അയാൾ ഒരു 20% കൂടെ ഡിസ്കൗണ്ട് എനിക്ക് തന്നു. ഇപ്പോൾ 90 രൂപയിലാണ് നിൽക്കുന്ന വില. 100 രൂപയായിരുന്നു, 10% ഡിസ്കൗണ്ട് വാങ്ങി 90-ൽ എത്തിച്ചു. 90-ൽ നിന്ന് വീണ്ടും ഒരു 20% ഡിസ്കൗണ്ട് തരാൻ സമ്മതിച്ചു അല്ലേ. അതായത് 90-ന്റെ 20% കുറച്ച് തരാൻ സമ്മതിച്ചു. 90-ന്റെ 10% 9 അപ്പോൾ 20% 18 രൂപയാണ് അല്ലേ. 18 രൂപ കുറച്ച് തരാൻ സമ്മതിച്ചു. അതായത് ആ ബുക്ക് എനിക്ക് 72 രൂപയ്ക്ക് തരാമെന്ന് സമ്മതിച്ചു. ക്ലിയർ ആണോ? അപ്പം ഞാൻ 2 ഡിസ്കൗണ്ട് വാങ്ങി. ആദ്യം ഒരു 10% ഡിസ്കൗണ്ടും പിന്നെ ഒരു 20% ഡിസ്കൗണ്ടും. ഇങ്ങനെ 2 ഡിസ്കൗണ്ട് വാങ്ങിയപ്പോൾ 100 രൂപയുടെ സാധനം എനിക്ക് 72 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോരാൻ പറ്റി. ക്വസ്റ്റ്യൻ ഇതാണ്: ഈ 2 ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 100 രൂപയുടെ സാധനം ഞാൻ 72 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നു അല്ലേ. അതായത് 28% ഡിസ്കൗണ്ട് ഒരുമിച്ച് കിട്ടുന്നതിന് തുല്യമല്ലേ അത്. 100 രൂപയുടെ സാധനം 28% ഡിസ്കൗണ്ട് വാങ്ങിക്കൊണ്ട് പോന്നാലും 72 രൂപയ്ക്ക് കിട്ടും അല്ലേ. 2 തവണയായിട്ട് 10ഉം 20ഉം ഡിസ്കൗണ്ടുകൾ വാങ്ങുന്നതിന് പകരം ഒറ്റ 28% ഡിസ്കൗണ്ട് ആദ്യം തന്നായിരുന്നെങ്കിൽ 100 രൂപയുടെ 28% എന്ന് പറഞ്ഞാൽ 28 രൂപ, അതായത് 72 രൂപയ്ക്ക് നേരെ സാധനം വാങ്ങിക്കൊണ്ട് പോരാമായിരുന്നു. മനസ്സിലായോ? അപ്പം ഉത്തരം ഇതാണ് 28%. 10%, 20% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് 28%. അതായത് 10%, 20% ഡിസ്കൗണ്ട് വാങ്ങി ഞാൻ 100 സാധനം 72 രൂപയ്ക്ക് വാങ്ങി. അതിന് പകരം 28% ഡിസ്കൗണ്ട്, ഒറ്റ ഡിസ്കൗണ്ടായിട്ട് 28% വാങ്ങുമായിരുന്നെങ്കിൽ അതേ വിലയ്ക്ക് തന്നെ എനിക്ക് വാങ്ങിക്കൊണ്ട് പോരായിരുന്നു. അപ്പം 10%, 20% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്രയാണ്? 28%. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം. അത് ലോജിക്കലി ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി എല്ലാ കണക്കിലും ഇങ്ങനെ എഴുതി ചെയ്യാൻ അത്ര എളുപ്പമല്ല. മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാം, എങ്കിലും എല്ലാവർക്കും അത്ര പോസിബിൾ അല്ല.
അപ്പോൾ ഈ മോഡൽ കണക്ക് ചെയ്യാൻ നമ്മളൊരു എളുപ്പമാർഗ്ഗം കണ്ടുപിടിച്ചേക്കുവാണ്. എളുപ്പമാർഗ്ഗം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോ. 10%, 20% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് അല്ലേ കാണണ്ടേ, അല്ലേ? 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 90/100 എന്ന് എഴുതി. 10% ഡിസ്കൗണ്ട് അല്ലേ, അത് കുറയുക എന്നല്ലേ അർത്ഥം, ഡിസ്കൗണ്ട് കുറയുക എന്നല്ലേ അർത്ഥം. അപ്പം 10% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 90/100 എന്ന് എഴുതി. ഇൻറ്റു പിന്നെ 20% ഡിസ്കൗണ്ട് അല്ലേ തന്നെ, അപ്പോൾ അതിനെ 80/100 എന്ന് എഴുതി. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. 10% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 90/100 എന്ന് എഴുതി. പിന്നെ 20% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 100ൽ നിന്ന് കുറച്ച് 80/100 എന്ന് എഴുതി. ക്ലിയർ ആണോ? ഇപ്പോൾ 30% ഡിസ്കൗണ്ട് ആണെങ്കിൽ 70/100 എന്ന് എഴുതിയേനെ. 40% ഡിസ്കൗണ്ട് ആണെങ്കിൽ 60/100 എന്ന് എഴുതിയേനെ. ക്ലിയർ ആണോ? ഇവിടെ 10% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ആദ്യം 90/100 ഇൻറ്റു പിന്നെ 20% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 80/100. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം, ശ്രദ്ധിച്ച് കേട്ടോണം. ഇതിൽ ഒരു 100നെ ഒന്നും ചെയ്യരുത്, ഒരു 100നെ ഒന്നും ചെയ്യരുത്, ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളയണം. എല്ലാ കണക്കിലും ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോണം. താഴെ 2 100 കിടപ്പുണ്ടല്ലേ, അതിൽ ഒരു 100നെ ഒന്നും ചെയ്യരുത്, ബാക്കിയുള്ളതെല്ലാം വെട്ടിച്ചെറുതാക്കണം. അപ്പോൾ നോക്കിയേ, ഇതും ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. ക്ലിയർ ആണല്ലോ? 9 8 72 മുകളിൽ വരും. താഴെ നമ്മൾ വെട്ടിക്കളയാതിരുന്ന 100 കിടപ്പുണ്ട്. സോ 100. അപ്പോൾ എനിക്ക് 72/100 എന്ന് ഉത്തരം കിട്ടി അല്ലേ? ഇനി ശ്രദ്ധിച്ചോണം, ഉത്തരവായിട്ടില്ല. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം 100നേക്കാൾ എത്ര കുറവാണ് മുകളിൽ നിന്ന് നോക്കുക. 28 കുറവാണ് അല്ലേ, 72 അല്ലേ, അപ്പോൾ 28 കുറവാണ്. ആ 28 ആയിരിക്കും ഉത്തരം. മനസ്സിലായോ? 100നേക്കാൾ എത്ര കുറവാണ് മുകളിൽ നിന്ന് നോക്കുക, 28 കുറവാണ്. ആ 28 ആയിരിക്കും ഉത്തരം. നമ്മൾ ഇവിടെ ചെയ്തപ്പോഴും കിട്ടിയ ഉത്തരം എത്രയാണ്? 28 അല്ലേ? അപ്പം ഉത്തരം ഇവിടെ 28 കിട്ടി. മനസ്സിലായോ? തെറ്റിപ്പോവരുത്. 72/100 എന്ന് കാണുമ്പോൾ 72 ഉത്തരവായിട്ട് എഴുതരുത്, ഓപ്ഷനിൽ അത് കാണും. ഓർക്കാൻ ഇതിനേക്കാൾ എത്ര കുറവാണ് മുകളിൽ എന്ന് ആലോചിക്കേണ്ടേ, 28. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വ്യക്തമാണോ? ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 10%, 20% ഡിസ്കൗണ്ട് തുല്യമായിട്ട് ഡിസ്കൗണ്ട് കാണാൻ 10% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 90/100 എഴുതി. വീണ്ടും 20% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 80/100 എഴുതി. ക്ലിയർ ആണല്ലോ? ഒരു 100 വെട്ടിക്കളയരുത്, ആദ്യത്തെ 100 തന്നെ, ആദ്യത്തെ 100 വെട്ടിക്കളയരുതെന്ന് ഓർക്കുക. ബാക്കി എല്ലാം വെട്ടിക്കളയുകയും ചെയ്യണം. ഇതെല്ലാം വെട്ടിക്കളഞ്ഞു, ബാക്കി 72/100 എന്ന് കിട്ടി അല്ലേ? ഉത്തരത്തിലേക്ക് എത്തിയില്ല. ഈ 72 അല്ല ഉത്തരം, 72 ഓപ്ഷനിൽ കാണും, എഴുതിയേക്കരുത്. ഇതിൽ എത്ര കുറവാണെന്ന് നോക്കുക. നമുക്കറിയാം 28 കുറവ്, അതായിരിക്കും ഉത്തരം. സോ 10%, 20% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് 28%. ക്ലിയർ ആണോ ഈ മെത്തേഡ്? ഇത് അതിൻ്റെ സാധാരണ ലോജിക്കൽ മെത്തേഡ്. ഇത് മനസ്സിലായ ക്വസ്റ്റിൻ്റെ അർത്ഥം മനസ്സിലാവും. നമ്മൾ ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇതേ മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് തറവായിക്കോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20%, 30% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്. 20%, 30% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? ചെയ്യേണ്ട രീതി അറിയാലോ. 20%, 30% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് അല്ലേ? 20% ആയതുകൊണ്ട് 80/100 ഇൻറ്റു 30% ആയതുകൊണ്ട് 70/100. ചെയ്യേണ്ടത് ഓർമ്മയുണ്ടല്ലോ. ഒരു 100 ഒന്നും ചെയ്യരുത്, ആദ്യത്തെ 100നെ ഒന്നും ചെയ്യരുത്, ബാക്കിയെല്ലാം വെട്ടിച്ചെറുതാക്കണം. ഇതും വെട്ടിക്കളഞ്ഞു അല്ലേ? 7 8 56/100 എന്ന് വരും. ഓർക്കുക, 56 ഉത്തരം എഴുതരുത്, ഓപ്ഷൻ എന്തായാലും കാണും. ഉത്തരം എന്താണ്? ഇതിൽ എത്ര കുറവാണ്, 100നേക്കാൾ എത്ര കുറവാണ് മുകളിൽ നിന്ന് നോക്കുക. 44 കുറവാണ്. ആ 44 ആയിരിക്കും ഉത്തരം. മറക്കരുത്, മാറിപ്പോവരുത്. 56 എഴുതരുത്. 100നേക്കാൾ എത്ര കുറവാണ് മുകളിൽ നിന്ന് നോക്കുക. 44 കുറവാണ്. അപ്പോൾ ആ 44 ആയിരിക്കും ഉത്തരം. അതായത് 20%, 30% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് 44%. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. 25%, 20% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് ഏതൊക്കെയാ? 25%, 20% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട്. 25% എന്ന് പറയുമ്പം 75/100 ഇൻറ്റു 20% എന്ന് പറയുമ്പം 80/100. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ 100 ഒന്നും ചെയ്യരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളയണം. ഓക്കെ, ഈ 75നെയും ഈ 100നെയും ഞാൻ 25 വെച്ച് വെട്ടിക്കളയുവാണ്. 75 25 3 പ്രാവശ്യം, 100ൽ 25 4 പ്രാവശ്യം. ക്ലിയർ ആണല്ലോ? ഈ 4ഉം ഈ 80ഉം വെട്ടിക്കളഞ്ഞു 20 പ്രാവശ്യം അല്ലേ? മുകളിൽ 60 വരും, താഴെ 100 കിടപ്പുണ്ട്. ഉത്തരം ഇതിനേക്കാൾ എത്ര കുറവാണ് മുകളിൽ നോക്കുക. 100നേക്കാൾ എത്ര കുറവാണ് മുകളിൽ നോക്കുക? 40 കുറവ് അല്ലേ? സോ ഉത്തരം 40%. വ്യക്തമാണോ? എന്ത് എളുപ്പത്തിൽ ചെയ്യാൻ നോക്കിയേ, വ്യക്തമല്ലേ? ഇനി നമ്മുടെ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. 10%, 20%,
25% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? മുമ്പത്തെ പോലെയല്ല, ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്. 10%, 20%, 25% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് കാണണം അല്ലേ? 3 എണ്ണം വന്നാലും 4 എണ്ണം വന്നാലും 5 എണ്ണം വന്നാലും എത്ര എണ്ണം വന്നാലും ചെയ്യുന്ന രീതി ഒന്ന് തന്നെ. 2 എണ്ണം വന്നപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ. നോക്കിക്കേ, 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 90/100 ഇൻറ്റു 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 80/100 ഇൻറ്റു 25% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 75/100. വ്യക്തമാണല്ലോ ചെയ്യേണ്ടത്. ഒരു 100നെ ഒന്നും ചെയ്യരുത്, ബാക്കിയുള്ള എല്ലാം വെട്ടിക്കളയണം, ചെറുതാക്കണം. ഈ ഒരു 0 ഈ ഒരു 0 വെട്ടിക്കളഞ്ഞു, ഈ ഒരു 0 ഇതും വെട്ടിക്കളഞ്ഞു. ക്ലിയർ അല്ലേ? 75ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. ഇത് 3 ടൈംസ്, 3 പ്രാവശ്യം, ഇത് 4 പ്രാവശ്യം. വ്യക്തമാണല്ലോ? ഈ 4ഉം 8ഉം കൂടെ വെട്ടിക്കളഞ്ഞു 2 പ്രാവശ്യം അല്ലേ? 9 × 6 വരും. 9 × 6 54, മുകളിൽ താഴെ 100. ഈ 100നേക്കാൾ എത്ര കുറവാണ് മുകളിൽ നിന്ന് നോക്കണം, അതായിരിക്കും ഉത്തരം. ശരിയാണോ? 54 ഉത്തരം എഴുതരുതേ, ഓപ്ഷൻ അത് കാണും. ഇതിനേക്കാൾ എത്ര കുറവാണെന്ന് നോക്കാം. എത്രയാ? 46 കുറവാണ്. നമ്മുടെ ഉത്തരം 46%. വ്യക്തമാണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. 15%, 20%, 25% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? 15%, 20%, 25% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? 15% എന്ന് പറയുമ്പം 85/100, 20% എന്ന് പറയുമ്പം 80/100, 25% എന്ന് പറയുമ്പം 75/100. വ്യക്തമാണല്ലോ? ഒരു 100 ഒന്നും ചെയ്യരുത്, ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളയണം. ഓക്കെ, ഈ 75ഉം 100ഉം വെട്ടിക്കളയാം. ഇത് 3 പ്രാവശ്യം, ഇത് 4 പ്രാവശ്യം. ഈ 4ഉം ഈ 80ഉം കൂടെ വെട്ടിക്കളയാം 20 പ്രാവശ്യം. 20ഉം 100ഉം കൂടെ വെട്ടിക്കളയാം 5. ഈ 5ഉം 85ഉം വെട്ടിക്കളയാം. 8ൽ 5 ഒരു പ്രാവശ്യം, 5 വരെ ശിഷ്ടം 3, 35ൽ 7 പ്രാവശ്യം, 17. 17 × 3 51, മുകളിൽ താഴെ 100. അതായത് ഈ 100നേക്കാൾ എത്ര കുറവാണ് മുകളിൽ നിന്ന് നോക്കണം. ഉത്തരം 49%. അതായത് 15%, 20%, 25% ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് 49%. അപ്പോൾ ഇനി ഈ മോഡൽ ചോദ്യം വരുമ്പം നിങ്ങൾ തെറ്റിക്കരുത്, പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചോണം. ഇതേപോലെ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു മോഡൽ ചോദ്യവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.